ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇനി യുദ്ധക്കളമാണോ? ഗ്രാൻഡ് ഫിനാലെ വരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുവോ? ലക്ഷണം കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. ഷാനവാസ് ആദിലെ നൂറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട്, അനൂന് എഗൻസ്റ്റ് ആയിട്ട്, ഷാനവാസ് അനീഷിന് എഗൻസ്റ്റ് ആയിട്ട്, ആദിലെ നൂറയും ഷാനവാസിന് എഗൻസ്റ്റ് ആയിട്ട്, അനു ഇവിടെ ആദിലെ നൂറയ്ക്കും എഗൻസ്റ്റ് ആയിട്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കാനുള്ള കളിച്ചോണ്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും അടിയാവാനുള്ള ചാൻസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. നമ്മുടെ അഭിയും അതേപോലെ തന്നെ റെനയും എല്ലാം കയറുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ രഞ്ജിത്ത് അനീഷിൻ്റെ പുറകെ നടക്കുന്നു, അതുപോലെ അനുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് വന്നതാണോ? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇത്ര മനോഹരമായി കുക്ക് ചെയ്യുന്നു? അത് ഞാൻ കണ്ടുപഠിച്ചതാണെങ്കിൽ പഠിച്ചതാണല്ലോ എന്നും ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ BB Plusലെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില ഷാനവാസിനെ കുത്തി പറയുന്നുണ്ടായിരുന്നു. സംഭവം ഷാനവാസ് വീക്കെൻഡിൽ ലാലേട്ടൻ്റെ ഇതിനകത്ത് അനുവിന് 0, 0, 10 മാർക്ക് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൽ നൂറ പറഞ്ഞു, കള്ളാ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളോട് പറഞ്ഞത് എന്ന് പറഞ്ഞതും ഷാനവാസ് ഇവിടെ നൂറേനെ കള്ളാന്ന് പറഞ്ഞത് വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ തൊട്ട് തുടങ്ങിയതാണ് വഴക്ക്. അപ്പം ആദിലയോട് പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദിൽ അത് തിരിച്ച് പ്രകടിപ്പിച്ചു. മനസ്സിലായില്ലേ? ആ തിരിച്ച് പ്രകടിപ്പിച്ചതിൽ മനം നൊന്താണ് ഷാനവാസ് ഇരിക്കുന്നത്. ഷാനവാസ് പറയാണ്, ഞാൻ വളരെ പേഴ്സണലായിട്ട് എടുത്തേക്കുന്നത്, എനിക്ക് വിടാൻ പറ്റില്ല. എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലിട്ട് വളർത്തിയ 2 പിള്ളേരാണ്. ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ കറിവേപ്പാല പോലെ ആക്കി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടന്നതാണ്. ഞാൻ ചെയ്യുന്നത് ഇവർക്കൊന്നും വേറെ പണിയില്ലേ? കളിക്കുന്നേക്ക് ഒറ്റയ്ക്കുന്ന് കളിക്ക്. എന്തിനിതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? പെങ്ങള് കുട്ടിയും ചേട്ടനും. അയ്യോ അണക്കേട്. അവസാനം വരെ അടി. എന്തിനാണ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പും കോംബോയും ഒക്കെ എടുക്കുന്നത്? ഒരു റിലേഷൻഷിപ്പ് ഒരു കോംബോ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള അടിയും ബഹളം ഉണ്ടാക്കുക. അല്ലാണ്ട് വെണ്ണീല കൊമ്പിലി അടുത്ത ദിവസം എന്നെ ചതിച്ചു ആദിലെ നൂറെ, അയ്യോ ആ കളവൻ എന്തോന്നാണ് അമ്മായി. അടുത്ത ദിവസം വെണ്ണീല കൊമ്പില് താരപ്പൊട്ടരാക്കാനാണ് ഈ കളിക്കുന്നത് നമ്മളെ പ്രേക്ഷകരെയോ? സത്യം പറയാട്ടോ, ഇങ്ങനത്തെ പരസ്പരം പാര വെക്കുകയും പരസ്പരം എഗൻസ്റ്റ് ആയിട്ട് കോംബോ എന്ന് കാണിച്ചിട്ട് വെറും ചീപ്പ് ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നൊരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മാന്യമായിട്ട് കളിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കോംബോ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനും ഒരു അന്തസ്സ് വെക്കുക, കഴിഞ്ഞ കറക്റ്റ് രീതിയിൽ അതിനും ഒരു സത്യം വെക്കുക. നമുക്ക് തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് ഒന്നിച്ചു പോവുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റം പറയുക, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത്. എന്തുവാടേ ഇത്? നമ്മൾ ജനങ്ങളെ ഇനി പുറത്തിറങ്ങുമ്പോൾ പിന്നെയും വെണ്ണീല കൊമ്പിലെ പിന്നെയും ദേഷ്യം. എന്തെന്നാണിത്? ഗെയിമല്ലേ ഇത്? ഗെയിം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കളിക്കുക. ഇപ്പോൾ ഇതിൻ്റെ പുറകെ ഇപ്പോൾ ഷാനവാസ് മൊത്തം ഇരുന്നിട്ട് ആദിലെ നൂറയും കുറ്റം പറയാണ്, ആദിലെ നൂറയും അപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഷാനവാസിനെ കുറ്റം പറയണം. അപ്പോൾ നമ്മൾ ആരായി? ഈ വെണ്ണില പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ശശി. ഇനി അടുത്തത് അക്ബറും ആദിലയും. ഇവിടെ ഷാനവാസിൻ്റെ കുറ്റം മൊത്തം ഇരുന്ന് ആദില അക്ബറിനോട് പറയുന്നു. അനീഷ് മൊത്തം ഫേക്കാണെന്നുള്ളത് അക്ബർ ആദിലയോട് പറയുന്നു. ഇത് പറഞ്ഞ ശേഷം നൂറയുടെ അടുത്ത് ആദില വന്നിട്ട് അങ്ങേര് സ്വയം വെളുപ്പിക്കുകയാണെന്ന് അക്ബറിനെ കുറിച്ച് കുറ്റം പറയുന്നു. സത്യമായിട്ടും ഇത് എന്തുവാണ് ഇത്? ഇനി അത് കഴിഞ്ഞിട്ട് ആദില പ്രാർത്ഥിക്കുന്നത്, നമ്മളെ പുറത്താക്കല്ലേ ബിഗ് ബോസ് എന്ന്. അത് കഴിഞ്ഞ ശേഷം അപ്പാനിയൊക്കെ വന്ന ശേഷമുള്ളതാണ് കാണിക്കുന്നത്. രേണു സൂതി ഭയങ്കര തിരക്കാന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അനു എൻ്റെ അടുത്ത് അനു പറയാണ്, ആരെടുത്ത്? ആദിലെടുത്ത്. പുറത്തിറങ്ങിയിട്ട് എന്ത് വേണോ പറഞ്ഞു, അകത്ത് വെച്ചൊന്നും കളിയാക്കല്ലേ. പുള്ളിക്കാരിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പുള്ളിക്കാരിക്ക് മാത്രമേ ഉള്ളൂ ഈ പേടി. പുള്ളിക്കാരി മാത്രം ഒന്നും പറയാൻ പാടില്ല. പുള്ളിക്കാരിക്ക് ബാക്കിയുള്ളവരെ എന്ത് വേണോ പറയാം, എന്ത് വേണോ വ്യക്തിഹത്യ ചെയ്യാം, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാം, എന്ന് വേണോ പറയാം. അതാണ് അനുവിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം നിവിൻ ഇവിടെ ശാരികയോട് പറയണം, എന്നെ ടോപ്പ് 5 ഒന്ന് കയറിയാൽ മതിയെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസും അനീഷും രഞ്ജിത്ത് മുൻഷി. അപ്പോൾ രഞ്ജിത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ താമസിക്കാനാണോ വന്നത്, ജീവിക്കാനാണോ വന്നത്, ഗെയിം കളിക്കാനാണോ? അപ്പോൾ അനീഷ്, എനിക്കിവിടെ താമസിക്കണം. ഓഹോ, അപ്പോൾ പിന്നെ ഈ 40 കൊല്ലം വീട്ടിൽ താമസിച്ച അവരോടൊന്നും സ്നേഹമില്ല എന്ന്. നമുക്ക് പച്ചയ്ക്കറിയാം അനീഷ് ഇവിടെ ഗെയിം കളിക്കുകയാണെന്നുള്ളത്. അനീഷിൻ്റെ ഗെയിം പൊളിക്കാനാണ് ഉറ്റ മിത്രവും ചങ്കായിട്ടുള്ള ആൾ ഷാനവാസും നോക്കുന്നത്. പിന്നെ എന്ത് മിത്രം, എന്ത് ഇത്? അവിടെ ഷാനവാസ് പറയാണ്, ഇവിടെ ആദ്യം വിളിക്കുന്ന ആൾ അനീഷ് ആദ്യം വിളിക്കുന്ന ആൾ അനിയനാണ്. എന്നിട്ട് അനിയൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു നാട്ടിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അനീഷ്, അതെ ഞാൻ സത്യസന്ധനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സത്യസന്ധനായിട്ട് നിൽക്കുന്നെങ്കിൽ പേടിക്കണേ നിന്റെ നാട്ടുകാരെ. അല്ല, ഞാനിവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഉടനെ ഷാനവാസ്, എന്തിനാണ് അനീഷയെ ഭയക്കുന്നത്, ഇങ്ങനെ ഫേക്കൾ കളിച്ച് നിൽക്കുന്നത്? നിന്റെ കള്ളം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ ചോദിക്കുന്നതാണ് ഇത്. എന്നിട്ട് പറയും മിത്രമാണ്, ഫ്രണ്ടാണെന്നൊക്കെ. ഇതൊക്കെയാണ് ആ വാക്കുകളും ആ മുഖംമൂടികളൊന്നും നമ്മുടെ മുന്നിൽ ഇട്ട് തരരുത്. ഫ്രണ്ടാണ്, മിത്രമാണ്, ചങ്കാണ്,
അതൊന്നും ഇട്ട് തരാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിനും സഹോദരിക്കുന്നും അല്ലെങ്കിൽ പെങ്ങള് കുട്ടി, ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അതൊന്നും എടുത്ത് നമ്മുടെ മുന്നിൽ ഇട്ടിട്ട് ഗെയിം കളിക്കാൻ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യമായിട്ടും ഇവിടെ ഇനി കഴിഞ്ഞിട്ട് ഇന്ന് മോർണിംഗിൽ രാവിലെ ഒരു 7 മണിക്ക് ഇവരെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ? ബെഡ്റൂമിൽ. പുറത്ത് വലിയ സോഫയൊക്കെ കൊണ്ടിട്ടു, കാര്യം എല്ലാവരും വരെയല്ലേ. അത് കഴിഞ്ഞ ശേഷം ഇവിടെ അപ്പാനിയും ബിൻസി അപ്പാനിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിൻസി ഇവിടെ പോയിട്ട് അപ്പാനിയോട് സംസാരിക്കുന്നുണ്ട്. എന്ത് കേട്ടാ ഒന്നും തിരിഞ്ഞു നോക്കാത്തത്. അപ്പോൾ നിവിനും ആരും ഇരുന്ന് പറഞ്ഞില്ല, എൻ്റെ പൊന്നെ ഇനി അടുത്ത് വല്ലതും നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതേ അനു വേറെ വല്ലതും പറഞ്ഞിറക്കിയാൽ അത് ശരിയാണ് കേട്ടോ, പറയാൻ പറ്റൂല. ആ ആംഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നി എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമാവും. പിന്നെ പുള്ളിക്കാരിക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല, ആർക്കാരുടെ ജീവിതം തകർന്നാലൊന്നും. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോവേണേ, വയ്യേ ജീവിതം നശിപ്പിക്കല്ലേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ രഞ്ജിത്ത് അനീഷിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. പുള്ളിക്കാരൻ ഫുൾ ടാർഗറ്റ് ചെയ്തേക്കണ അനീഷിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ രഞ്ജിത്ത് ഷാനവാസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ കാർഡിനെ കുറിച്ചുള്ള ഇഷ്യൂ വരണം. അപ്പോഴാണ് ഷാനവാസ് ഹാർട്ടിൻ്റെ കാര്യം എടുത്തിടുന്നത്. ഞാനിവിടെ എൻ്റെ നെഞ്ചിലേക്ക് എന്തോന്നിട്ടു, കവർ ഇട്ടപ്പോഴും, കവറെന്നല്ല പറഞ്ഞു, എന്തോ പാക്കറ്റ് എന്തോ സാധനങ്ങൾ ഇട്ടപ്പോഴും, കവറെന്ന് പറഞ്ഞിട്ടില്ല, ഇട്ടപ്പോൾ ഞാനിവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞില്ല ബിഗ് ബോസിനോട്. ഷാനവാസ് ഇത് കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഷാനവാസിന് നല്ലത്, മനസ്സിലായില്ലേ? അപ്പം കാര്യം മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം എന്തൊക്കെയായിരുന്നു എന്നു പറഞ്ഞത്. അയ്യോ എന്നിട്ട് സത്യമേവ ചെയ്തേ, അത്ര എനിക്ക് പറയാനുള്ളൂ. സത്യം എന്തായാലും ജയിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഷാനവാസ് പറയാണ് അറ്റാക്കിൻ്റെ കാര്യം, അറ്റാക്കല്ലല്ലോ, എനിക്ക് വയ്യാതായതും ഹോസ്പിറ്റലൈസ്ഡ് ആയതിനൊക്കെ നിവിനെ ഞാൻ പുറത്താക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ, ഞാനത് ചെയ്യത്തില്ല എന്നൊക്കെ. അപ്പോൾ മുൻഷി ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഷാനവാസിന് ഇതിൻ്റെ കാര്യം അറിയണമെന്നുണ്ട്, അപ്ഡേറ്റ്, അതായത് ഈ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പുറത്ത് എങ്ങനെ പോയെന്നുള്ളത് അറിയണമെന്നുണ്ട്. പക്ഷെ ആരും പറയുന്നില്ല. അത് ഷാനവാസ് നോട്ട് ചെയ്തു കേട്ടോ. പുള്ളിക്കാരൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരുമേ ചോദിക്കുന്നില്ല. വന്ന ആൾക്കാരും ചോദിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ജിഷിനും പ്രവീണൊക്കെ കയറി ജിഷിൻ ചോദിക്കുമായിരിക്കും. പക്ഷേ പുള്ളിക്കാരനെ അപ്ഡേറ്റ് ചെയ്ത് പുറത്ത് എങ്ങനെ പോയിരിക്കണത്, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പോയിരിക്കണത് എന്നുള്ളത്. പോസിറ്റീവായിട്ട് തന്നെയാണ് പോയത്, പക്ഷേ പുള്ളിക്കാരൻ തന്നെയാണ് അതിനെ പിന്നെയും കളഞ്ഞ് ഉടച്ചത്. അതിൻ്റെ കല ഉടച്ചത് ഷാനവാസ് സ്വയം കല ഉടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഷാനവാസിന് അറിയണം. ഓക്കെ, അപ്പം ഇവിടെ അനീഷ് എനിക്കെതിരെ മെഡിക്കൽ കാർഡ് എടുത്തു എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ ഒളിച്ചിരുന്നാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ ഹാർട്ടിൻ്റെ കാര്യം പോലും ആരെ അറിയിക്കാതിരുന്നതാണ്. പക്ഷേ അനീഷാണ് മെഡിക്കൽ കാർഡ് എടുത്തത് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് രഞ്ജിത്ത് ഇവിടെ അനുവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. അനു ഇവിടെ ഭയങ്കര കുക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അനു പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കിച്ചണിൽ കയറിയിട്ടേ ഇല്ലയെന്ന്. അപ്പം നമുക്ക് കിച്ചണിൽ കയറാത്ത ആൾക്കാർക്ക്, ഒരു ചായ പോലും വെക്കാത്ത ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും വെള്ളം ചൂടാക്കാൻ പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ രഞ്ജിത്ത് ഇവിടെ പറയുന്നുണ്ട് കീച്ചണിൽ കയറിയില്ലെങ്കിലും അനുവിന് ഇതൊക്കെ അറിയാമല്ലേ, അപ്പോൾ അത് പൊളിക്കാൻ നോക്കുകയാണ് ആ ഗെയിം. അനു പറഞ്ഞ ആ ഗെയിം. അപ്പോൾ അനു പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് കുക്ക് ചെയ്യുന്നത് അമ്മ. ഓ കണ്ടിട്ടുണ്ട്, കണ്ട് പഠിച്ചതാണ്. കണ്ട് പഠിച്ചതാണ്, അപ്പോൾ പഠിച്ചിട്ട് വന്നിട്ടാണ് ഈ ചെയ്യുന്നത്. ശരി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരു ഇതില്ല, പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി അടുത്തത് ഇവിടെ ശാരിക ഇവിടെ ആദിലേക്ക് എഗൻസ്റ്റായിട്ട് കളിക്കുകയാണ്. എന്തോ സംഭവമായിട്ട് വന്ന അപ്പോൾ തൊട്ട് ആദിലേക്ക് എഗൻസ്റ്റായിട്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നോക്കിക്കോ ഞാൻ ഒരിക്കലും ഫോർഗീവ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആദിലെയും അങ്ങോട്ട് ഈ തള്ളയ്ക്ക് പ്രാന്താന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത്. ഇനിയിപ്പം ജിഷിനും പ്രവീണും റെനയും അഭിയുമാണ് കയറാൻ പോകുന്നത്. അടുത്ത് ഇവരെല്ലാം വന്നിട്ട് കുറേ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവർ പുറത്ത് പോയി റീ എൻട്രി എല്ലാം ഔട്ടായി പോയി കഴിയുമ്പോഴാണ് പിന്നെ ഇവർ തമ്മിലുള്ള അംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാൻഡ് ഫിനാലെ വരെ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറയാണ്. കാര്യം ലാലേട്ടനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗ്രാൻഡ് ഫിനാലെ വരെ വഴക്ക് നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാലും ഒക്കെ നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട്, കാര്യം അങ്ങനത്തെ ഒരു പ്രത്യേക സീസണാണിത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.